So good evening to all. Yeah, good evening. Good evening, sir. So dear students, Good evening, sir. Good evening, sir. നമ്മളെ ഇന്നലത്തെ ക്ലാസ്സിൽ നോക്കിയത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ 5 ലോയാണ് നമ്മൾ തീർത്തത്. 5 ലോ. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ 5 ലോയാണ് ഇന്നലത്തെ കൊണ്ട് നമ്മൾ തീർത്തത്. ഇന്ന് അടുത്ത കൺസെപ്റ്റിലേക്ക് നമ്മൾ വരും. സോ ആറ്റം എന്ന വേർഡ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് എന്ന് പറയുന്നത് ജോൺ ഡാൾട്ടൺ. എന്റെയോ നിങ്ങളുടെയോ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധ്യമല്ലാത്ത അത്ര ചെറുതായ പാർട്ടിക്കിൾസ് ആണ് ആറ്റം എന്ന് പറയുന്നത്. എന്റെയോ നിങ്ങളുടെയോ കണ്ണുകൾ കൊണ്ട് കാണുവാൻ യാതൊരു രീതിയിൽ സാധ്യമല്ലാത്ത വിധം ചെറുതായ മൈന്യൂട്ട് പാർട്ടിക്കിൾ ആണ് ഈ ആറ്റം എന്ന് പറയുന്നത്. ഈ വേർഡ് ആറ്റം എന്ന വേർഡ് ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരായിരുന്നു? ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. 17th സെഞ്ചുറി 17ാം നൂറ്റാണ്ടിലാണ് ഈ വേർഡ് ആദ്യമായി അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പൊ 17ാം നൂറ്റാണ്ടിന്റെ കാലയളവിൽ ജോൺ ഡാൾട്ടൺ ശാസ്ത്ര ലോകത്തിന് മുന്നിലേക്ക് വെച്ച ചില കാര്യങ്ങൾ. സോ ബോയ്സ് ആൻഡ് ഗേൾസ് ഓർക്കുക, ഞാനും നിങ്ങളും നിൽക്കുന്നത് 21ാം നൂറ്റാണ്ടിൽ. 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് 17-18ാം നൂറ്റാണ്ടിൽ ജോൺ ഡാൾട്ടൺ അന്നത്തെ ശാസ്ത്ര ലോകത്തിന് മുന്നിലേക്ക് വെച്ച ചില പോയിന്റുകളാണ് നമ്മൾ ഇവിടെ ആദ്യ റൗണ്ടിൽ പറയാൻ പോകുന്നത്. അപ്പോ പഴമയുടെ കാര്യങ്ങളാണ് പറയുന്നത്, പുതിയ കാര്യങ്ങളല്ല പറയുന്നത്, പഴമയുടെ കാര്യങ്ങളാണ്. സോ ഞാൻ പ്രൗഡ്ലി ഇൻട്രൊഡ്യൂസസ് അനദർ ടോപ്പിക് റൈറ്റ് ആസ് എ ഹെഡിങ് ജോൺ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഡാൾട്ടൺ എന്ന സയന്റിസ്റ്റ് മുന്നോട്ട് വെച്ച അറ്റോമിക് തിയറിയിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തെല്ലാമാണ്? 4 പോയിന്റ് അല്ലെ മിനിമം 4 പോയിന്റ് +1കാരായ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഏറ്റവും സിമ്പിളായി ഞാൻ പ്രസന്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് extremely small indivisible particles called atoms. ഒന്നാമത്തെ പോയിന്റ്. Matter is made up of extremely small. Matter is made up of extremely small indivisible particles called atoms. എഴുതിയിട്ട് നിങ്ങൾ എന്നെ വായിച്ചു കേൾപ്പിക്കണം. നിങ്ങളുടെ വായന എനിക്ക് ഇഷ്ടമാണ്. എഴുതിക്കേ. ഒന്നാമത്തെ പോയിന്റ്. The main postulates are first one, matter is made up of. ആദ്യത്തെ പോയിന്റ്, matter is made up of. ഒന്നാമത്തെ പോയിന്റ്, matter is made up of. Matter is made up of extremely. Matter is made up of extremely small. Matter is made up of extremely small, indivisible particles called atoms. Matter is made up extremely small, indivisible particles called atoms. Matter is made up of extremely small indivisible particles
indivisible particles, indivisible particles, indivisible particles called atoms, indivisible particles called atoms, called atoms, called atoms. ഞാൻ തന്നെ 5 പ്രാവശ്യം പറഞ്ഞു. So ആൻമരിയ മോള് വായിച്ചേ. ആൻമരിയ വേഗം സ്പീഡിൽ. Matter is made up of extremely small indivisible particles called atoms. Matter is made up of extremely indivisible particles called atoms. Clear? So then Emmy, മോള് വായിച്ചേ. Emmy. Yes, sir. Matter is made up of extremely small, indivisible particles called atoms. Called atoms. So, ആദ്യത്തെ പോയിന്റ് വായിക്കാൻ 2 പേർക്ക് ഞാൻ ചാൻസ് കൊടുത്തു. Then രണ്ടാമത്തെ പോയിന്റ്. Atoms of same element. Atoms of same element. Atoms of same element are. Atoms of same element are identical in all aspects. Identical in all aspects. Atoms of same element are identical in all aspects. Atoms of same element are. Atoms of same element are identical. Atoms of same element. Atoms of same element. Atoms of same element. Atoms of same element are. Atoms of same element are identical. Atoms of same element are identical in all aspects. Identical in all aspects. Atoms of same element are identical in all aspects. Atoms of same element. Atoms of same element are identical in all aspects. ഒരേ ആറ്റത്തിന്റെ തന്നെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ എല്ലാ രീതിയിലും സെയിം തന്നെയായിരിക്കും. ഒരാറ്റം തന്നെ പല രൂപത്തിൽ കാണപ്പെടുകയാണെങ്കിൽ എല്ലാം ഒന്നു തന്നെയായിരിക്കും. Atoms of the same element are identical in all aspects. Atoms of same element are identical in all aspects. Abhishek, 1-2 point വേഗം. Abhishek. Yes, sir. Matter is made up of extremely smaller, indivisible particles. Is called atom. Atoms of same element are identically all aspects. Okay, then Ivan വേഗം വായിച്ച്. Ivan 1-2 point വേഗം. നല്ല സ്പീഡിൽ. Matter is made up of extremely small, indivisible particle called atom. Atom of the same element are identical in all aspects. Okay, then മൂന്നാമത്തെ then Alencia Rose, മോള് വായിച്ച്. Alencia. Matter is made up of extremely small, invisible particles called atoms. Atoms of same elements are identical in all aspects. In all aspects എന്ന് പറയാം, അല്ലെങ്കിൽ all respects, എങ്ങനെ വേണേ പറയാം. All aspects എന്ന് പറഞ്ഞാലും all respects എന്ന് പറഞ്ഞാലും എല്ലാം സെയിം തന്നെയാണ്. എന്റെ മൂന്നാമത്തെ പോയിന്റ് എഴുതുക. Atoms of different elements are. Atoms of different elements are. Atoms of different elements are different in all respects. Atoms of different elements are. Atoms is same and different atoms. Atoms of different elements. Atoms of different elements. Atoms of different elements are different in all respects. Atoms of
different elements are different in all respects. മൂന്നാമത്തെ പോയിന്റ്. So, ആദ്യത്തെ പോയിന്റ് വീണ്ടും പറയും. Matter is made up of extremely small, identical, extremely small, indivisible particles called atoms. Very clear. Then, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് atoms of same element are identical in all respects. അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം atoms of same element are identical in all respects. അവിടെയാണ് കാലക്രമേണ പുതിയ തലമുറയിലേക്ക് വന്നപ്പോൾ ഐസോടോപ്സ് എന്ന ഐഡിയ ഡെറൈവ് ചെയ്തത് ഡാൾട്ടന്റെ ആ പോയിന്റിൽ നിന്നുമാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റിന്റെ ബ്രാക്കറ്റിൽ വേറൊരു ഇങ്ക് കൊണ്ട് എഴുതാം ഐസോടോപ്സ് ഐഡിയ or simply isotopes. Atoms of same element are identical in all respects. Atoms of same element are identical in all respects. Clear? മൂന്നാമത്തെ പോയിന്റ് പറയാൻ പോവാം. Atoms of different elements are different. Atoms of different elements are different in all respects. Atoms of different elements are different in all respects. അവിടെയാണ് പുതിയ തലമുറയിലെ കണ്ടുപിടുത്തമായ ഐസോബാർസ്. രണ്ടാമത്തെ പോയിന്റ് ബ്രാക്കറ്റിൽ ഐസോടോപ്സ് എന്നതിനെ കുറിച്ച് പിന്നീട് ശാസ്ത്രലോകം കയറിയത് ആ പോയിന്റിലൂടെയാണ്. ഐസോബാർ എന്ന ഐഡിയക്ക് കാരണമായത് ഡാൾട്ടന്റെ മൂന്നാമത്തെ പോയിന്റ് ആണ്. ഏത് പോയിന്റ്? Atoms of different elements are different in all respects. Clear? നാലാമത്തെ പോയിന്റ് atom is the smallest particle. നാലാമത്തെ പോയിന്റ് atom is the smallest particle. നാലാമത്തെ പോയിന്റ് atom is the smallest particle that take part in a chemical reaction. Atom is the smallest particle that take part in a chemical reaction. Atom is the smallest particle that take part in a chemical reaction. Atom is the smallest particle that take part in a chemical reaction. ഞാൻ 5 പ്രാവശ്യം പറഞ്ഞു. ക്ലിയർ? 4 പോയിന്റ്. ആദ്യത്തെ 4 പോയിന്റ് അന്നപൂർണ വായിച്ചേ. ആദ്യ 4 പോയിന്റ്. നമ്മൾ കേറിയിട്ടില്ലെന്ന് തോന്നുന്നു. കേറിയിട്ടുണ്ട് എന്ന് കരുതി ഞാൻ വിളിച്ചതാണ്. അശ്വതി മോള് വായിച്ചേ. Yes, sir. Matter is made up of extremely small, indivisible particles called atom. Atoms of same elements are identical in all aspects. Atoms of same element are identical mass. Third point, atom of different element are different in all respects. Fourth point, atom is the smallest particle that take part in a chemical reaction. Okay. ഭംഗിയായിട്ട് വായിച്ചു. ക്രിസ്റ്റി സജി വായിച്ചേ. ക്രിസ്റ്റി. Matter is made up of extremely small, indivisible particles called atoms. Atoms of same elements are identical in all respects. Atoms of different elements are different in all respects. Atom is the smallest particle that take part in a chemical reaction. Okay, മിടുക്കൻ. ശ്വേത ബിജു. ശ്വേത മോള് വായിച്ചേ. 4 പോയിന്റ് വേഗം. ശ്വേത. Yes, sir. Matter is made up of extremely small, indivisible particles called atoms. Atoms of same element are identical in all aspects. Atoms of different elements are different in all respects. Atom is the small particle that take place in a chemical reaction. Okay, മിടുക്കി. ഭംഗിയായിട്ട് വായിച്ചു. ടെസ മറിയ മോള് വായിച്ചേ. ടെസ. Matter is made up of extremely small, indivisible particles called atoms. Atoms of same elements are identically in all aspects. Atoms of different elements are different in all respects. Atom is the smallest particle that take part in a chemical reaction. Okay, clear. നമുക്ക് വേണ്ടത് 4 പോയിന്റ് ആണ്. എന്നിരുന്നാലും ഒരു സബായിട്ട് ഞാനൊരു 5-6 പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതും മുന്നോട്ട് വെച്ചത് ഡാൾട്ടൺ തന്നെയാണ്. എഴുതാം. Atoms of 4 പോയിന്റ് പഠിച്ചാൽ മതി. എങ്കിലും ഒരു എണ്ണം തരാം. Atoms of
atoms of different elements, atoms of different elements, atoms of different elements may combine with, atoms of different elements may combine with, atoms of different elements may combine with each other, combine with each other in a simple whole number ratio to, in a simple whole number ratio to form compound atoms, to form compound atoms, to form compound atoms. ഞാൻ ആ പോയിന്റ് ഒന്നുകൂടെ പറയാം. ചിലപ്പോ ഈ വേർഡ് മാറിപ്പോ, കാര്യം നമ്മൾ ഈ ഐഡിയ മനസ്സിൽ ഫ്രെയിം ചെയ്ത് പറയുന്നത്. അപ്പോ സെയിം വരാനാണ് ഞാൻ നോക്കുന്നത്. That is atoms of different elements. Atoms of different elements may combine with each other. Atoms of different elements may combine with each other. Atoms of different elements may combine with each other in a fixed simple, clear, in a fixed simple whole number ratio to form compound atoms, to form compound atoms, to form compound atoms. ഇതാണ്. Then സഞ്ജയ് മോൻ വായിച്ചേ. സഞ്ജയ് 4.5 പോയിന്റ് വായിച്ചേ. Matter is made up of extremely small indivisible particles called atoms. Atoms of same elements are identical in all aspects. Atoms of different elements are different in all aspects. Atom is the smallest particle that take part in a chemical reaction. Atoms of different elements may combine with each other in a simple whole number ratio to form compound atoms. Okay, മിടുക്കൻ. ഭംഗിയായിട്ട് വായിച്ചു, നല്ലതാണ്. റിയ റോസ്, റിയ മോൾ വായിച്ചേ 4 പോയിന്റ്. റിയ. Matter is made up of extremely small indivisible particles called atom. Atoms of same element are identical in all aspects. Atoms of different elements are different in all aspects. Atom is the smallest particle that take part in a chemical reaction. Atoms of different element may combine with each other in a fixed simple whole number ratio to form compound atoms. Okay, മിടുക്കി. ഭംഗിയായിട്ട് വായിച്ചു. റിയ എനിക്ക് തോന്നുന്നു. ഓക്കെ, റിയ ഇത് ഫസ്റ്റ് ക്ലാസ്സിലാണോ? ഫസ്റ്റ് ക്ലാസ് ആണോ റിയയുടെ? എന്റെ ഫസ്റ്റ് ക്ലാസ്. ഓക്കെ, സോ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ. That is atom can neither be created nor destroyed. That is the last point. എഴുതിക്കോ. Atom can neither be created nor destroyed. Atom can neither be created nor destroyed. Atom can neither be created nor destroyed. ആറ്റത്തിനെ നമുക്ക് ഇല്ലാതാക്കുവാൻ സാധ്യമല്ല, മറിച്ച് ഒരു രൂപത്തിൽ നിന്നും വേറൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ മാത്രമേ സാധ്യമാകൂ. അതാണ് മലയാളം മീനിങ്. ആറ്റം എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഫണ്ടമെന്റൽ കണികയെ, ആറ്റം എന്ന് പറയുന്ന ഫണ്ടമെന്റൽ കണികയെ ഇല്ലാതാക്കുവാൻ, ആറ്റത്തിനെ മുറിക്കുവാൻ, ആറ്റത്തിനെ വിഭജിക്കുവാൻ സാധ്യമല്ല. ഉണ്ടോ? ആറ്റത്തിനെ വിഭജിക്കുവാൻ സാധ്യമല്ല എന്ന് 18ാം നൂറ്റാണ്ടിന്റെ ആദ്യം ജോൺ ഡാൾട്ടൺ പറഞ്ഞു. ബട്ട് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോ എനിക്ക് നിങ്ങൾക്കും അറിയാം ആറ്റത്തിനെ ഡിവിസിബിൾ ചെയ്യാം. ആറ്റത്തിനകത്ത് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആയ പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പുതിയ തലമുറയിലെ ശാസ്ത്രലോകം കണ്ടുപിടിച്ചു. പിന്നീട് മനസ്സിലായോ? അപ്പൊ ഞാൻ നിങ്ങൾ ഈ പോയിന്റ് പഠിക്കുന്നത് എപ്പോഴാ? 17, 18 നൂറ്റാണ്ടുകളിലായി ജോൺ ഡാൾട്ടൺ അന്നത്തെ ശാസ്ത്ര ലോകത്തിന് മുന്നിൽ വെച്ച പോയിന്റ് ആണിത്. ഇന്നത്തെയുമായി കമ്പയർ ചെയ്യരുതേ. സോ
ആ പഴയ കാലയളവിൽ ജോൺ ഡാൾട്ടൺ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത്. ഡാൾട്ടൺ എന്ന സയന്റിസ്റ്റ്, വിശ്വവിഖ്യാതനായ ഡാൾട്ടൺ ആറ്റം എന്ന വേർഡ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പഠനത്തിൽ നിന്നും സ്വരൂപിച്ച 5-6 പോയിന്റുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇതാണ് പോസ്റ്റുലേറ്റ്സ് ഓഫ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. പോസ്റ്റുലേറ്റ്സ് ഓഫ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. സോ നേരെ നമുക്ക് അടുത്തതിലേക്ക് വരാം. ഹെഡിങ് എഴുതിക്കേ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഹെഡിങ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഹെഡിങ് കൊടുക്കുക, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ക്ലിയർ? Units and measurements. Okay. Units and measurement. ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഒരു പക്ഷേ സ്കൂൾ തലത്തിലോ +1 ഫിസിക്സിന്റെ ക്ലാസ്സിലോ സാറുമാരെ പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ അവ വീണ്ടും പറയുന്നു. ആദ്യമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. Then all physical quantities have to be measured. മുഴുവൻ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും ഒന്ന് അല്ല ഒരു രീതി അല്ലെങ്കിൽ വേറൊരു രീതി മെഷർ ചെയ്യുവാൻ സാധിക്കും, അളവ് രേഖപ്പെടുത്തുവാൻ സാധിക്കും, അളക്കുവാൻ പറ്റും. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും അളക്കുവാൻ പറ്റും, അളവ് രേഖപ്പെടുത്തുവാൻ പറ്റും, മെഷർമെന്റ് ചെയ്യുവാൻ സാധിക്കും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അളക്കുക, അളവ് എഴുതുക, അളവ് മെഷർ ചെയ്യുക, മെഷർമെന്റ് എടുക്കുക, അളവ് രേഖപ്പെടുത്തുക, അളക്കുക എന്നതിലേക്ക് കൊണ്ടുപോയത് 2 രീതികളിലൂടെയാണ്. അതിൽ ഒന്നാമത്തേതാണ് ഇത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. എഴുതിക്കേ, ഞാൻ പറഞ്ഞ വേർഡ് തന്നെ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. all physical quantities have to be measured. All physical quantities have to be measured. താഴെ first one. is the international system of units. Bracketed SI system. എന്ന ബ്രാക്കറ്റ് എഴുതുക. SI system എന്ന് രേഖപ്പെടുത്തും. International system of units. ഇത് അറിയപ്പെടുന്നത് SI system. SI system was introduced as a common standard system. SI system ആണ് ഒരു കോമൺ സ്റ്റാൻഡേർഡ് സിസ്റ്റമായി തീരുമാനിച്ചിരിക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ മെഷർമെന്റിനു വേണ്ടി. ഈ ലോകത്താകമാനം തീരുമാനിച്ചിരിക്കുന്ന ഒരു അളവിന്റെ ശാഖയാണ് ഏതാ? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അതിനെ ഷോർട്ടായി ഞാനും നിങ്ങളും വിളിക്കുന്നതാണ് SI സിസ്റ്റം. ഓക്കെ, ഞാൻ അല്പം സ്പീഡിൽ കയറും. ഇത് SI സിസ്റ്റം contain
7 base units. SI system has 7 base units. ഈ 7 base units അറിയപ്പെടുന്ന പേര് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നാണ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നാണ്. ഈ ബേസ് ആയ 7 യൂണിറ്റുകളിൽ നിന്നാണ് ബാക്കിയുള്ള യൂണിറ്റ്സ് ഡെറൈവ് ചെയ്യപ്പെടുന്നത്. SI system has 7 basic units. SI system has 7 base units known as fundamental units. എന്തുകൊണ്ട് ഇവയെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് വിളിച്ചു? ഈ ഫണ്ടമെന്റൽ യൂണിറ്റുകളിൽ നിന്നാണ് ബാക്കിയുള്ള യൂണിറ്റുകൾ ഡെറൈവ് ചെയ്യപ്പെടുന്നത്. ഈ 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളിൽ നിന്നാണ് ബാക്കിയുള്ള യൂണിറ്റുകൾ ഡെറൈവ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അവയെ വിളിക്കുന്ന പേര് ഡെറൈവ്ഡ് യൂണിറ്റ്സ്. ഡെറൈവ്ഡ് യൂണിറ്റ്സ് എന്ന ഈ 7 എണ്ണമാണ് 7 ബേസ് യൂണിറ്റ്സ്, 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. റൈറ്റ് ഡൗൺ. ഇത് SI system. The SI system has numeral 7 base units. SI system has 7 base units. Bracketil fundamental units. Fundamental units. Clear? And the other units. And ഞാൻ ഈ ഫ്ലോയിൽ പറയുന്നത് ഞാൻ മനസ്സിൽ ഫ്രെയിം ചെയ്ത നോട്ടായി തരുന്നത്. അതുകൊണ്ട് ഫ്ലോയിൽ പറയുന്നത് ഒരു വേർഡ് മാറിയാൽ ഐഡിയ മൊത്തമാണ്. And the other units are derived from. And the other units are derived from these units. Other units are derived from these units. Bracketil derived units. Bracketil derived units. Derived units. Clear? Derived units. Derived units. Ini. Subheading എഴുതാം. Fundamental units. Subheading fundamental units. Fundamental units എന്ന് subheading fundamental units. ഞാൻ 3 കോളം വരും. അതിൽ ആദ്യത്തെ കോളം physical quantity. Physical quantity in the first column. രണ്ടാമത്തേത് name of units. Name of units. മൂന്നാമത്തേത് abbreviation. ആദ്യത്തെ കോളം name of physical quantity. ആദ്യത്തെ കോളം physical quantity. ആദ്യത്തെ കോളം physical quantity. ഒന്നാമത്തെ കോളം. രണ്ടാമത്തേത് name of units. രണ്ടാമത്തെ കോളം name of units. രണ്ടാമത്തെ കോളം name of units. മൂന്നാമത്തെ കോളം abbreviation. മൂന്നാമത്തെ കോളം abbreviation. മൂന്നാമത്തെ കോളം abbreviation. ആ യൂണിറ്റിനെ നമ്മൾ കാണിക്കുന്ന സിമ്പൽ ഏതാണ്? അബ്രിവിയേഷൻ മീനിങ് വേണമെങ്കിൽ എഴുതാം. ബ്രാക്കറ്റിൽ സിമ്പൽ. ആ യൂണിറ്റിന്റെ പേര് പറയും. ആ യൂണിറ്റിനെ കാണിക്കുന്ന സിമ്പൽ ഏതാണ്? ഇത്രയുമാണ് പോയിന്റ്സ് ആദ്യ റൗണ്ടിലുള്ളത്. 3 കോളങ്ങൾ നമ്മൾ ചെയ്യും. 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓരോന്നായി നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നു. ഫസ്റ്റ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഈസ് മാസ്.
First fundamental unit is mass. ആദ്യത്തെ ഒന്നാമത്തെ ഫണ്ടമെന്റൽ യൂണിറ്റ് മാസ്. ഒന്നാമത്തെ ഫണ്ടമെന്റൽ യൂണിറ്റ് മാസ്. ഒന്നാമത്തെ ഫണ്ടമെന്റൽ യൂണിറ്റ് മാസ്. അതിന്റെ നെയിം ഓഫ് യൂണിറ്റ് ഈസ് കിലോഗ്രാം. നെയിം ഓഫ് യൂണിറ്റ് കിലോഗ്രാം. നെയിം ഓഫ് യൂണിറ്റ് കിലോഗ്രാം. നെയിം ഓഫ് യൂണിറ്റ് കിലോഗ്രാം. നെയിം ഓഫ് യൂണിറ്റ് കിലോഗ്രാം. റെപ്രസെന്റ് ചെയ്യുന്ന രീതി kg, കിലോഗ്രാം, kg, മോളറ്റർ kg, kg, kg. ഒന്നാമത്തേത് കിലോഗ്രാം. ഒന്നാമത്തേത് കിലോഗ്രാം. ഞാൻ ഒന്നാമത്തേത് ഭംഗിയായി ചെയ്തിരിക്കുന്നു. മാസ് കിലോഗ്രാം kg. മാസ് കിലോഗ്രാം kg. ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങളും ലൈറ്റ് വരെ. First fundamental physical quantity. ആദ്യത്തെ first physical quantity mass. The name of unit kilogram. Abbreviation kg. Abbreviation kg. രണ്ടാമത്തേത് length. രണ്ടാമത്തേത് length. രണ്ടാമത്തേത് length. രണ്ടാമത്തേത് length. രണ്ടാമത്തേത് length. Length. Lengthന്റെ യൂണിറ്റ് മീറ്റർ. മീറ്റർ. Meter. Length in the unit meter. Meter. Length in the unit meter. Length in the unit meter. Meter. There. Representation small letter m. 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 രണ്ടാമത്തെ വ്യക്തമായി രണ്ടാമത്തെ there. വീണ്ടും പറയും. മാസ് കിലോഗ്രാം kg. മാസ് കിലോഗ്രാം kg. ലെങ്ത് മീറ്റർ m. ലെങ്ത് മീറ്റർ m. ക്ലിയർ. ലെങ്ത്. ഇനി മൂന്നാമത്തെ third one is temperature. 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 Temperature in the unit Kelvin. 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 Temperature in the unit Kelvin. Temperature in the unit Kelvin. Temperature in the unit that is Kelvin. Kelvin. Temperature in the unit 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 Kelvin. Capital K, capital K, capital K, capital K, capital K. മൂന്നാമത്തെ ക്വാണ്ടിറ്റി നമ്മൾ ഭംഗിയായി ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ നമ്മൾ ഭംഗിയായി ചെയ്തിരിക്കുന്നു. ബോയ്സ് നമ്മൾ മൂന്നാമത്തെ ഭംഗിയായി ചെയ്തിരിക്കുന്നു. Third one temperature Kelvin, capital K, capital K. മൂന്നെണ്ണം ഞാൻ ഭംഗിയായിട്ട്. നാലാമത്തേത് amount of substance. നാലാമത്തേത് amount of substance. നാലാമത്തേത് amount of substance. Amount of substance. നാലാമത്തേത് amount of substance. നാലാമത്തേത് amount of substance. Amount of substance. Unit mole. MOLE, mole. Amount of substance, mole. Represent ചെയ്യുന്നുണ്ടോ? MOLE. യൂണിറ്റ് പറയുമ്പോൾ MOLE. Represent ചെയ്യുമ്പോൾ MOL. Represent ചെയ്യുമ്പോൾ MOL. Abbreviation MOL. Abbreviation MOL. Mole. Abbreviation MOL. Mole. നാലാമത്തെ കാര്യം. നാലെണ്ണം കൃത്യമായി നമ്മൾ തീർന്നു. ബോയ്സ് നാലെണ്ണം. ബോയ്സ് ആൻഡ് ഗേൾസ് നാലെണ്ണം. അഞ്ചാമത്തേലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ട് കയറുന്നു. അഞ്ചാമത്തെ ടൈം. വെരി സിമ്പിൾ. ടൈം. അഞ്ചാമത്തെ യൂണിറ്റ്. അഞ്ചാമത്തെ നമ്മൾ കയറുന്നു. 5 ടൈം. അഞ്ചാമത്തെ കയറുന്നു. ടൈം.
അഞ്ചാമത്തേത് ടൈം. അഞ്ചാമത്തെ ടൈം. ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. നമ്മൾ സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ എസ് ആണ്. സ്മോൾ ലെറ്റർ എസ് ആണ്. ടൈമിൽ കാണിക്കുന്നത് സ്മോൾ ലെറ്റർ എസ് ആണ്. സ്മോൾ ലെറ്റർ എസ്. സ്മോൾ ലെറ്റർ എസ്. സ്മോൾ ലെറ്റർ എസ് ആണ്. സ്മോൾ ലെറ്റർ എസ്. അഞ്ചാമത്തേത് സ്മോൾ ലെറ്റർ എസ്. ആറാമത്തേലേക്ക് ഞാൻ നിങ്ങളെയും കൂടെ പോകുന്നു. ഇലക്ട്രിക് കറന്റ്. ആറാമത്തേത് ഇലക്ട്രിക് കറന്റ്. ആറാമത്തേത് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ്. ആറാണ്. ഇലക്ട്രിക് കറന്റ് യൂണിറ്റ് ആംപയർ. ആംപയർ. AMPERE. ആംപയർ. ആംപയർ. AMPERE. ആംപയർ. 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 AMPERE. ആംപയർ. ആംപയറിന്റെ റെപ്രസെന്റേഷൻ ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ. ആംപയർ. ക്യാപിറ്റൽ എ. ആംപയർ. ക്യാപിറ്റൽ എ. Voice and gets last and final. Fundamentally last and final. Last and final. Last and final. That is luminous intensity. ഏഴാമത്തേത് luminous intensity. ഏഴാമത്തേത് luminous intensity. Luminous intensity. Luminous intensity. Luminous intensity. Luminous intensity. Luminous intensity. Unit candela. 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 Symbol CD. Symbol CD. CD. Candela. CD. Candela. CD. Candela. ഇത്രയുമാണ് ഏഴെണ്ണം ഏറ്റവും ഭംഗിയായ രീതിയിൽ ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഏഴെണ്ണം ക്ലിയർ കട്ടായി ഏഴെണ്ണം ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. 7 fundamental units. 7 fundamental units. 7 fundamental units. 7 fundamental units. Basic units ഏഴെണ്ണം ഇത്രയും കൃത്യമായി തന്നിരിക്കുന്നു. ഇത്രയും കൃത്യമായി തന്നിട്ടുണ്ട്. ഇത്രയും കൃത്യമായ രീതിയിൽ തന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ മികവാണ് എനിക്ക് വേണ്ടത്. ഇത്രയും. സോ എമി ബോർഡ് ക്ലിയർ ആണല്ലോ മോളെ? എമി? Yes, sir. Board clear ആണ്. ഓക്കെ. സോ എല്ലാവർക്കും ബോർഡ് വ്യക്തമായി ഞാൻ എഴുതിയതിനേക്കാളും ഭംഗിയായിട്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ നിങ്ങൾ എഴുതി കാണുമെന്ന് ഞാൻ കരുതുന്നു. സോ എന്റെ ഹാൻഡ് റൈറ്റിങ്ങിനേക്കാളും ഏറ്റവും നല്ലതായിരിക്കട്ടെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് ഞാൻ പറയുകയാണ്. ബട്ട് എന്റെ കോൺഫിഡൻസ് നേരെ മറിച്ചാണ്. എന്റേതാണ് ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗ്. ക്ലിയർ? ഓക്കെ. ഇനി 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നമുക്ക് ഓരോരുത്തരെയായി വായിക്കണം. അതിന് ആദ്യ റൗണ്ടിൽ എമി യുവർ ചാൻസ്. Yes, sir. Mass, kilogram, kg. Length, meter, m. Temperature, Kelvin, K. Amount of substance, mole, mole. Time, second, S. Electric current, ampere, A. Luminous intensity, candela, CD. ഓക്കെ, വെരി ഗുഡ്. എബി ഭംഗിയായിട്ട് വായിക്കുന്നുണ്ട്. ഇനി ഞാൻ ഓരോരുത്തരെ വായിപ്പിക്കാം. ആദ്യം റിയ റോസ്. റിയ യുവർ സെക്കൻഡ് ചാൻസ്. വായിച്ചേ. Mass, kilogram, kg. Length, meter, m. Temperature, Kelvin, K. Amount of substance, mole, mole. Time, second, S. Electric current, ampere, A. Luminous index, candela, CD. റിയ ലൂമിനസ് ഇന്റൻസിറ്റി. അങ്ങനെ ലൂമിനസ് ഇന്റൻസിറ്റി വായിച്ചേ മോളെ.
luminous intensity. Okay. Now, Rosita, your chance. Rosita. Mass kilogram kg, length meter m, temperature Kelvin K, amount of substance mole mole, time second S, electric current ampere A, luminous intensity candela CD. Okay, Mediki. Sharona. Mass kilogram kg, length meter m, temperature Kelvin K, amount of substance mole mole, time second S, electric current ampere A, luminous intensity candela CD. Okay, Mediki. Now, Terry, your chance. Terry, Molvaiche. Mass kilogram kg, length meter m, temperature Kelvin K, amount of substance mole mole, time second S, luminous intensity candela CD, electric current ampere A. Okay, Medican, Fangiad Vaichi. Tessa. Tessa, Molvaiche. Mass kilogram kg, length meter m, temperature Kelvin K, amount of substance mole mole, time second S, electric current ampere A, luminous intensity candela CD. Okay. Tony. Tony Vaiche. Tony. Mombaiche. Yes, sir. Mass kilogram kg, length meter m, temperature Kelvin K, amount of substance mole mole, time second S, electric current ampere A, luminous intensity candela CD. Okay, Shweta. Molvaiku. Shweta Vaiche. Yes, sir. Mass kilogram kg, length meter m, temperature Kelvin K, amount of substance mole mole, time second S, electric current ampere A, luminous intensity candela CD. Okay, Sanjay, your chance. Sanjay Mombaiche. Mass kilogram kg, length meter m, temperature Kelvin K, amount of substance mole mole, time second S, electric current ampere A, luminous intensity candela CD. Joseph, your chance. Mass kilogram kg, luminous length meter m, temperature Kelvin K, amount of substance mole mole, time second S, electric current ampere A, luminous intensity candela CD. Okay, but again. Now, John Paul, your chance. John Paul, Mombaiche. Mass kilogram kg, length meter m, temperature Kelvin K, time ampere A, luminous intensity candela CD. Okay. നമുക്ക് മുഴുവൻ പേരെയും കൂടി വായിപ്പിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്ത റൗണ്ടിൽ ബാക്കിയുള്ള ചാൻസ് തരാം. ലെഫ്റ്റ് ഹെഡിങ് ഡെറൈവ്ഡ് യൂണിറ്റ്സ് എഴുതാം. ഡെറൈവ്ഡ് യൂണിറ്റ്സ് ലെഫ്റ്റ് ഹെഡിങ് ഡെറൈവ്ഡ് യൂണിറ്റ്സ്. നമ്മൾ നോക്കുന്നത് ഡെറൈവ്ഡ് യൂണിറ്റ്സ് എന്നതാണ്. ഡെറൈവ്ഡ് യൂണിറ്റ്സ് എന്റെ ഒരു സിമ്പിൾ മീനിങ് ഞാൻ മുന്നോട്ട് വെക്കും. എഴുതാം. These are the units. These are the units which are expressed as a function of more than one fundamental units. Expressed as a function of more than one fundamental units. 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 Anmaria, what do I say? Anmaria, what do I say? Derived units. These are the units which are expressed as a function of more than one fundamental units. One fundamental units. Okay, clear. Then Anmaria, unnod vaiche. These are units. These are the
units which are expressed as a function of more than one fundamental units. Okay, clear. നമുക്ക് താഴെ എഴുതാം എക്സാമ്പിൾ. അവിടെ ഞാൻ ഡാറ്റ ഫംഗ്ഷനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി 3 കോളങ്ങൾ വരയും. 3 കോളം വരച്ച് നമ്മൾ കാര്യങ്ങളിലേക്ക് ഒരു ഡെറൈവ്ഡ് യൂണിറ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഡെറൈവ്ഡ് യൂണിറ്റ്. വെലോസിറ്റി എന്നത് ഒരു ഡെറൈവ്ഡ് യൂണിറ്റ്. വെലോസിറ്റിയെ നമ്മൾ നോട്ട് ചെയ്യുന്ന സിമ്പൽ സ്മോൾ ലെറ്റർ വി ആണ്. വെലോസിറ്റി സ്മോൾ ലെറ്റർ വി എന്നതിന്റെ മീനിങ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റി മീൻസ് ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മുന്നിലേക്ക് എടുക്കുന്നു. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7 ഫണ്ടമെന്റൽ യൂണിറ്റിലെ ലെങ്തിന് തുല്യം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർക്ക് സാമ്യ? ലെങ്തിന് തുല്യം. അപ്പൊ ഡിസ്റ്റൻസ് മീൻസ് ലെങ്ത്. ഡിസ്റ്റൻസ് മീൻസ് ലെങ്ത്. അപ്പൊ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇനി ഇതിന്റെ യൂണിറ്റ് പറയുമ്പോഴോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്തിന്റെ യൂണിറ്റ് ഏതായാലും നമ്മൾ എഴുതിയത് മീറ്റർ. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയാം മീറ്റർ. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ. മീറ്റർ ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾ എഴുതുന്നത്. മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമ്മൾ എഴുതും. മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമ്മൾ അതിനെ എഴുതുന്നതാണ് മീറ്റർ പെർ സെക്കൻഡ്. ഇത് വേർഡ്സിലെഴുതും. ഇനി അബ്രിവിയേഷൻ വഴിയാണെങ്കിലും മീറ്ററിന്റെ എം per second means where means divided by second. Meter meter per second but ഇത് നേരത്തെ ഉള്ള കാര്യമാണ്. ഇപ്പൊ എല്ലാരും പെർ സെക്കൻഡ് എഴുതുന്നത് സെക്കൻഡ് റേസ് ടു -1. മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എല്ലാ ഫംഗ്ഷൻ കാണിച്ചേ. ഒന്നാമത്തെ എക്സാമ്പിൾ 1. ഒന്നാമത്തെ എക്സാമ്പിൾ ഞാൻ കാണിച്ചിരിക്കുന്നു. ഒന്നാമത്തെ എക്സാമ്പിൾ ക്ലിയർ ആയി കാണിച്ചിരിക്കുന്നു. ആദ്യത്തെ ഒന്നാമത്തെ എക്സാമ്പിൾ ഫസ്റ്റ് വൺ വെലോസിറ്റി. ആദ്യത്തേത് വെലോസിറ്റി. ക്ലിയർ. ആദ്യത്തെ വെലോസിറ്റി വി. അത് നമ്മൾ എങ്ങനെ ഡെറൈവ് ചെയ്തു? ഫണ്ടമെന്റൽ യൂണിറ്റ് ആയ രണ്ടെണ്ണം. ഓക്കെ. ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ആരുമായി റിലേറ്റഡ്? ലെങ്തുമായി റിലേറ്റഡ്. ലെങ്ത് ഡിവൈഡ് ബൈ ടൈം. ഇനി അതിന്റെ ആ യൂണിറ്റിലേക്ക് വന്നെങ്കിലോ ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ. മീറ്റർ ഡിവൈഡ് ബൈ സെക്കൻഡ്. നമ്മൾ മോഡേൺ രീതിയിൽ എങ്ങനെ പറയാറുള്ളൂ? മീറ്റർ പെർ സെക്കൻഡ്. അതിന് അതിന്റെ അബ്രിവിയേഷനോ പഴയ രീതിയിൽ എം ബാർ എസ് എന്ന് കൊടുക്കാം. ബട്ട് ആ രീതി മാറി. മീറ്റർ സെക്കൻഡ് റേസ് ടു -1. ക്ലിയർ. വൺ മോർ എക്സാമ്പിൾ. എക്സാമ്പിൾ 2. വൺ മോർ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ ഒന്ന് ചെയ്യാം. വൺ മോർ എക്സാമ്പിൾ വേണം. രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് ഞാൻ വരും. രണ്ടാമത്തേത് ഏറിയ. രണ്ടാമത്തെ എക്സാമ്പിൾ ഏറിയ. റെപ്രസെന്റ് ആസ് ക്യാപിറ്റൽ എ. ഏരിയയുടെ മീനിങ് എന്താ? ലെങ്ത് ഇൻറ്റു ലെങ്ത്. ഏരിയ മീൻസ് ലെങ്ത് ഇൻറ്റു ലെങ്ത്. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. ഏരിയ എന്നുള്ളത് ലെങ്ത് ഇൻറ്റു ലെങ്ത്. എന്തായിരുന്നു? ഏരിയ എന്നത് ഡെറൈവ്ഡ് യൂണിറ്റ് ആണ്. ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് എ ഫണ്ടമെന്റൽ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ലെങ്ത്. ഇനി ഇതിന്റെ നെയിം ഓഫ് യൂണിറ്റിലേക്ക് വരുമ്പോഴോ എന്ത് പറയും? ലെങ്തിന്റെ യൂണിറ്റ് ആരാ? ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ഇൻറ്റു
ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ. മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ ഇൻറ്റു മീറ്റർ എങ്ങനെ പറയാം? മീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയർ. ഓ എങ്ങനെ പറയും? സ്ക്വയർ മീറ്റർ, സ്ക്വയർ മീറ്റർ, സ്ക്വയർ മീറ്റർ, സ്ക്വയർ മീറ്റർ, സ്ക്വയർ മീറ്റർ. ഇനി ഇതിന്റെ അബ്രിവിയേഷനോ ഈ മീറ്ററിന്റെ എം, രണ്ടാമത്തെ മീറ്ററിന്റെ എം എഴുതാം. മീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയർ. ആർക്കും ഡൗട്ട് വരരുത്. ഞാൻ അതുപോലെ ഞാൻ വ്യക്തമായി പറയും, ആർക്കും ഡൗട്ട് വരരുത്. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിക്കും. വെരി സിമ്പിൾ. വോളിയം എഴുതി. എക്സാമ്പിൾ 3 വോളിയം. എക്സാമ്പിൾ 3 പിടിക്കുന്നു വോളിയം. എക്സാമ്പിൾ 3 വോളിയം. വോളിയം ക്യാപിറ്റൽ ബി എങ്ങനെ പറയാം? ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത്. വോളിയം മീൻസ് ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത്. വോളിയം ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത്. വോളിയം ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് നോക്കിയോളൂ. ക്യൂബോയിഡ് പത്തി പഠിച്ചു. ക്യൂബോയിഡ് ഒരു ബുക്ക് എടുത്തെങ്കിൽ ക്യൂബോയിഡ് അല്ലെ? വേണ്ട വേണ്ട, ഇതൊരു ബുക്കാ. ഒരു ക്യൂബോയിഡ്, ക്യൂബോയിഡ്. ഇത് ലെങ്ത്, 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 ബ്രെഡ്ത്ത്, 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 ഹൈറ്റ്, ഹൈറ്റ്, ഹൈറ്റ്. വീണ്ടും ഇത് ലെങ്ത്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും ഞാൻ മെഷർ ചെയ്യുന്നത് സ്കെയിൽ കൊണ്ട്. അപ്പൊ അതും എന്തായി? അതും ലെങ്ത് എടുക്കുകയാണ്. അപ്പം ലെങ്ത് ഇൻറ്റു ലെങ്ത്. ഹൈറ്റ് എന്ന് പറയുന്നതും ഞാൻ സ്കെയിൽ കൊണ്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ അതും എന്തിനായി വന്നു? അതും ലെങ്ത്. അപ്പം ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത്. വോളിയം എഴുതാം. വോളിയം ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത്. എങ്ങനെ കയറാം? എങ്ങനെ കയറും? ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത്. പറയാം ലെങ്ത് ക്യൂബ്, ലെങ്ത് ക്യൂബ്, ലെങ്ത് ക്യൂബ്, ലെങ്ത് ക്യൂബ്. ഇതിന്റെ നെയിം ഓഫ് യൂണിറ്റ് എങ്ങനെയാ? ലെങ്തിന്റെ യൂണിറ്റ് ആരാ? മീറ്റർ. രണ്ടാമത്തെ മീറ്റർ, മൂന്നാമത്തെ മീറ്റർ. എങ്ങനെ ചേർത്തതാ? മീറ്റർ ക്യൂബ്, മീറ്റർ ക്യൂബ്. കണ്ടോ? മീറ്റർ ക്യൂബ്. സോറി, ഇവിടെ വേർഡ്സിലായിരുന്നു. വേണം ഇവിടെ വേർഡ്സിലായിരുന്നു. മീറ്റർ, 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 മീറ്റർ ക്യൂബ്. ഇത് ലാസ്റ്റ് പോകാൻ വേണം. ഇനി വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ, എക്സാമ്പിൾ 4 എഴുതിക്കോ. ഡെൻസിറ്റി. എക്സാമ്പിൾ 4 ഡെൻസിറ്റി. ഒരു പറഞ്ഞു. എക്സാമ്പിൾ 4 ഡെൻസിറ്റി, ഡെൻസിറ്റി, ഡെൻസിറ്റി. എക്സാമ്പിൾ 4 ഡെൻസിറ്റി, 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 ഡെൻസിറ്റി. റോ, റോ, റോ എന്ന ഗ്രീക്ക് നൊട്ടേഷൻ. റോ, ഡെൻസിറ്റി റോ ഈക്വൽസ് മാസ് ബൈ വോളിയം, mass by volume, mass by volume, mass by volume, mass by volume. Density, density can be expressed in terms of two fundamental units: mass by volume, mass by volume. Mass in the unit kilogram and vaccine. Kilogram, 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 kilogram divided by volume in the unit meter cube. Meter cube, meter cube, meter cube, meter cube. എങ്ങനെ എഴുതാം? അബ്രിവിയേഷൻ. കിലോഗ്രാമിന്റെ kg, 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 kg. മീറ്റർ ക്യൂബ് വേണമെങ്കിൽ എഴുതാം. കിലോഗ്രാം മീറ്റർ ക്യൂബ്. പകരം മോഡേൺ ട്രെൻഡിൽ ഇങ്ങനെ എഴുതും. കിലോഗ്രാം, കിലോഗ്രാം, m⁻³ തന്നെയാണ്. m⁻³ m⁻³ സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തത്. എൻ്റെ അടുത്ത ക്ലാസ്സിൽ എക്സ്പോണന്റിന്റെ കാര്യമായിരിക്കും നോക്കും. അത് കഴിഞ്ഞ് സയന്റിഫിക് നൊട്ടേഷൻ. അടുത്ത ക്ലാസ്സുകൾ വളരെ നിർണായകമാണ്. അടുത്ത ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ +1 പ്രോബ്ലം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് ഒന്നുകൂടെ കിളത്തിക്കൊണ്ടുവരിക. കാര്യം 10⁻³ 10⁻⁻10 -12 അതിന്റെ പേരും അതിനെക്കുറിച്ചുമായിരിക്കും ഞാൻ പറയുക. സോ അടുത്ത എന്റെ ക്ലാസ് ഒരു കാരണവശാലും മിസ്സാക്കരുതേ. എല്ലാവരും കൃത്യമായി അറ്റൻഡ് ചെയ്യണം. അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ
പ്രോബ്ലം ചെയ്യണം. നിങ്ങളുടെ കഴിവ് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള എന്റെ ശ്രമമാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഭംഗിയായ രീതിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തു. അടുത്ത ക്ലാസ് നമുക്ക് കാണാം. സോ ദാറ്റ്സ് ഓൾ. ഗുഡ് ഈവനിങ്. Thank you, sir. 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 Thank you, sir.